ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് എയർപോർട്ട് ബൈപ്പാസിൽ തന്നെ കരിക്കകം ദേവീക്ഷേത്രമുണ്ട്. ഈ ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് സാഗര എന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. എങ്കിലും ഇതിപ്പോൾ ഒരു ജൂൺ 2 തുടങ്ങിയ ബ്രാഞ്ചാണ്, പുതിയ ബ്രാഞ്ചാണ്. ഇവിടെ എല്ലാത്തരം ഫുഡ് കിട്ടും. എങ്കിലും സീ ഫുഡ്സ്, ഫിഷ് ഫുഡ്സാണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഇവരുടെ സ്പെഷ്യാലിറ്റീസ് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് അവർ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകണമെന്നും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് വേണ്ടി ചെല്ലാം. വാ. നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്, നല്ലൊരു ഫീല്. നമസ്കാരം ലീച്ചേട്ടാ. നമസ്കാരം. സുഖം. ഇതാണ് ലീച്ചേട്ടൻ, നമ്മുടെ ഈ സാഗരയുടെ ഓണറാണ്. ചേട്ടാ, അപ്പോൾ നമ്മൾ ഈ ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര? ഇതിപ്പം തുടങ്ങിയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച, ഇപ്പോൾ കറക്റ്റ് ഒരാഴ്ച ഉള്ളു. എങ്ങനെയുണ്ട് ഇവിടെ റഷൊക്കെ? നല്ല ഇതുണ്ട്. ഇൻഫോസിസ് ക്രൗഡ് ഉണ്ട്, പിന്നെ ടെക്നോ പാർക്ക് ഉണ്ട്, പിന്നെ കുറച്ച് ഫ്ലാറ്റ്സ് ഉണ്ട് ഇവിടെ, നല്ല ക്രൗഡാണ്. പിന്നെ എയർപോർട്ട് നല്ല ബൈപ്പാസ് കറക്റ്റ് ഏരിയ ആണല്ലോ. നമ്മുടെ എവിടെയൊക്കെ വേറെ ബ്രാഞ്ചസ്? ഞങ്ങൾക്ക് വഴുതക്കാട് 2 ബ്രാഞ്ച് ഉണ്ട്. മെയിൻ ബ്രാഞ്ചസ് ആണോ? അതാണ് മെയിൻ ബ്രാഞ്ചസ്. വഴുതക്കാട് ഒരു ചെറിയ കടയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അതാണ് നമ്മുടെ മെയിൻ ഓഫീസ്. ഇപ്പം 17 വർഷമായി അത് തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് അതിൻ്റെ അടുത്ത് തന്നെ കുറച്ചുകൂടെ ഒരു വലിയ സ്പേസ് എടുത്തു. അത് തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷമാകുന്നു. 4 വർഷം. ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫിഷിൻ്റെ മീനാണ് ഞങ്ങളുടെ മെയിൻ ഇത് സ്പെഷ്യാലിറ്റി. ഇതാരാ ശരിക്കും തുടങ്ങിയത്? അച്ഛനായിട്ടുള്ളത്. അതെ. അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി ചേട്ടനാണോ നോക്കുന്നത്? അല്ലല്ല, വഴുതക്കാടുള്ള 2 കടയും ഇപ്പോൾ അച്ഛനാണ് അച്ഛൻ നോക്കുന്നത്. ഇവിടെ ഞാനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ. നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റീസ് ഫുഡ് ഇത് തന്നെ, സീ ഫുഡ്സിൽ തന്നെ? സീ ഫുഡ്സിൽ നമുക്ക് പ്രോൺസ് ഉണ്ട്, ഫിഷിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. കരിമീൻ, നെയ്മീൻ, മത്തി, നെത്തോലി, എല്ലാം ഉണ്ട്. എല്ലാം ഫുഡ്, സീ ഫുഡിലെ എല്ലാ സംഭവവും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കൊഞ്ച് മസാല ദോശ, കൊഞ്ച് പെരട്ട് ദോശ, ചെമ്മീൻ നമ്മൾ ചെമ്മീൻ എന്ന് പറയും, ഇങ്ങോട്ട് കൊഞ്ചെന്ന് പറയും. പിന്നെ കൊഞ്ച് വലുതാണ്. അതെ, ഇവിടെ ചെമ്മീൻ പെരട്ട് ദോശ, പിന്നെ മിക്സഡ് സീ ഫുഡ് ദോശ, എല്ലാ ഇതും വരുന്നൊരു ദോശ, പിന്നെ ചിക്കൻ ദോശ. ഓക്കെ ചേട്ടാ, നമുക്ക് ഇവിടുത്തെ മെനു ഒന്ന് തരാൻ വേണ്ടി. ഇതാണ് ഞങ്ങളുടെ ഒരു ബ്രോഷറാണ്. നമുക്ക് കിച്ചൺ ഇതൊരു കോമ്പോസ് ആണ്. ഇതായിട്ട് ഇടിയപ്പം അല്ലെ അപ്പം, വെജ് സ്റ്റൂ, ഇതെല്ലാം 40 rupees. എല്ലാം റീസണബിൾ റേറ്റ് ആണ്. പുട്ട്, മട്ടൻ കറി 70 rupees. അതാണ് ഞങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു ഇതിൽ ബിസിനസിൻ്റെ ഇത് വേണ്ടി കോംബോ പോലെ നല്ല റീസണബിൾ റേറ്റ് ആട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ പുട്ട്, മീൻ വറുത്തത് 60, പൊറോട്ട ബീഫ് ഒലത്ത് 60, ഇങ്ങനത്തെ ഒരു റീസണബിൾ റേറ്റാണ്. ഉള്ള എന്തായാലും ഞാൻ ഇത് സെറ്റപ്പ് കണ്ട് വിചാരിച്ച് മിക്കവാറും നല്ല റേറ്റ് ഉണ്ടാവുന്നു. ഇത് കിച്ചണിലെ കിച്ചണിലോട് ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കി തരാൻ പോകുന്നത് നമുക്ക്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് പെരട്ട് ദോശ, പിന്നെ ഒരു നാടൻ നെയ്മീൻ റോസ്റ്റ്, റോസ്റ്റും കൊഞ്ച് പെരട്ട് ദോശയും. ഇത് രണ്ടുമാണ്. അപ്പോൾ ആരാ ഇന്ന്? ലേചാരം തന്നെ അല്ല, നമ്മുടെ കുക്ക് രഞ്ജിത്ത് കുക്കാണ്. ഇതാണ് നമ്മുടെ കുക്ക്. നമസ്കാരം. വിഷ്ണു. പേരെന്ന്? രഞ്ജിത്ത് അല്ലേ? അപ്പോൾ ഒന്ന് രഞ്ജിത്തേട്ടനാണ് നമുക്ക് ഉണ്ടായി തരുന്നത് 2 ഐറ്റംസും. നമുക്ക് എന്തായാലും ലീച്ചേട്ടൻ ഒപ്പം നിൽക്കുവാണോ? നിൽക്കുമല്ലോ. അപ്പോൾ ലീച്ചേട്ടനും ഉണ്ട്, കുക്കും ഉണ്ട്, ഞാൻ നടുക്ക് നമ്മൾ ഉണ്ടാക്കണം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാകാൻ പോകുന്ന ചെമ്മീൻ പെരട്ട് ദോശ നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെയായിട്ടാണ് വേണ്ടത് നമ്മുടെ പ്രഷർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് ചെമ്മീൻ, ചെറിയ ഉള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു ചെറിയ നാരങ്ങയുടെ ഒരു പീസ്, ഒരു തക്കാളി ചെറുതായിട്ട് തക്കാളി, കുറച്ച് കരിവേപ്പില, വേപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെള്ളം. ഇതൊരു സാധനം നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടെയാണോ അതോ നമ്മുടെ മറ്റു സ്ഥലം? നമ്മുടെ അവിടുത്തെ വഴുതക്കാട് കടയിൽ നല്ല തിരക്കാണല്ലേ? ഇവിടെ ഫാമിലി ക്രൗഡും അങ്ങനത്തെ ക്രൗഡ്. അവിടെ ഫാമിലി ബേസ്ഡ് ആണ് മൊത്തം.
വരുന്നത്. ഇത് എണ്ണയല്ല കേട്ടോ, നെയ്യാണ്. നെയ്യാണ്. ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യാണ് ഒഴിച്ച എണ്ണ. ഗാർലിക്, ഇഞ്ചി, പച്ചമുളക് നെയ്യിലാണല്ലോ ഇത് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ നെയ്യിലായിട്ട് വാട്ടണം. ചെറിയൊരു മൂപ്പ് വന്നതിന് ശേഷം നമ്മൾ തക്കാളി കറിവേപ്പില ഇതും കൂടി ഇടുന്നു. തക്കാളിയും കറിവേപ്പില നല്ല നെയ്യ് ചൂടായിട്ട് ആ മണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ചേർന്ന് മൂപ്പിക്കുക. തക്കാളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി നല്ല നെയ്യിലിട്ട് അങ്ങ് വയറ്റുക. ചെറുള്ളി അടുത്ത് നമ്മുടെ ചെറുള്ളി. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇട്ടാൽ പോരെ? അതോ ഇന്ന റേഷ്യോ ഉണ്ടോ? ഇല്ല, നമുക്കിഷ്ടം ചെറുള്ളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറേ ഉള്ളി ഇടാം അല്ലേ? സവാള ഒന്നും യൂസ് ചെയ്യില്ല. സവാള ഇല്ല, ചെറിയ ഉള്ളിയാണ് ആ ടേസ്റ്റ്. എല്ലാവരും പറയാറുള്ളത് തന്നെ സവാളയ്ക്കും സവാളയിലും നല്ലത് ചെറുള്ളിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതും കൂടി അതും നെയ്യിലൊക്കെ ആവുമ്പോൾ നല്ല ചെറിയ നല്ല ഒരു അതിലേക്ക് ചെമ്മീൻ. ഇനി ഇതിലേക്ക് ചെമ്മീൻ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചെമ്മീൻ ഇടുകയാണ്. അത് ചെമ്മീൻ നുറുക്കിയിട്ടുണ്ടോ? അത് നുറുക്കിയിട്ടോ. ഇതിനകത്ത് ചെമ്മീൻ പീസാക്കിയിട്ട് ഇടുന്നത്, ചെറിയ ചെറിയ പീസായിട്ട് ഇടുന്നത്. പച്ച ചെമ്മീനും എല്ലാം കൂടി നെയ്യിൽ, ഇതുവരെ നെയ്യിലിട്ട് ചെമ്മീൻ കഴിച്ചിട്ടില്ല. നെയ്യിൽ വറുത്തൊന്നും കഴിച്ചിട്ടില്ല. നമുക്കിതിപ്പോൾ നെയ്യ് തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ആയാലും. വെളിച്ചെണ്ണയും ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ പക്ഷേ സാഗരയിൽ നമ്മൾ നെയ്യ് ഉപയോഗിച്ചാലോ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ട്രെയിൻ സീക്രട്ട്. ട്രെയിനിലെ മറ്റേ പൊടിക്കൈകൾ പിന്നെ എല്ലാം തന്നെ. ചെമ്മീൻ വെള്ള കളറായി തോന്നും. വേവുമ്പോൾ അല്ലേ വെള്ള കളറാണ്. വേവാൻ തുടങ്ങുമ്പോൾ ശരിക്കും ആ ചെമ്മീൻ അങ്ങ് വെള്ള കളറാവും. ചൂടേക്ക് ഏറ്റിടുമ്പോൾ ചെമ്മീൻ ഒരു കുറച്ച് വേവേ ഉള്ളൂ. പെട്ടെന്നാവും. ഒന്ന് ചൂടായിരിക്കുമ്പോഴേ ചെമ്മീൻ കറക്റ്റ് ആ വേവ് വരും. ഓൾറെഡി ഒരു നല്ലൊരു ഷെഫാന്ന് തോന്നുന്നു, ഒരു കുക്കാന്ന് കൂടി തോന്നുന്നുണ്ട്. കാരണം ലിജർ തന്നെ എല്ലാം പറയുന്നേ. ഇത് കൂടുതൽ ചെമ്മീൻ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോ. ചെമ്മീൻ ഒരു ചെറിയൊരു വേവ് കിട്ടിയാൽ ചെറിയൊരു ചൂടല്ലേ. നമ്മുടെ ചെമ്മീൻ വെന്തു എന്നാണ് തോന്നുന്നത് അല്ലേ? ചെമ്മീൻ വെന്തു. ഇനി അതിലേക്ക് മഞ്ഞപ്പൊടി അധികം വേണം. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഈ ഒരു മിക്സിലോട്ട്. കുറച്ച് കിടന്ന് നിന്ന് വയറ്റുക. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. എല്ലാം നമ്മുടെ ആവശ്യമുണ്ട്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് നാരങ്ങയും കൂടി ആ സോർ ടേസ്റ്റ് ചെമ്മീന് പിടിക്കുന്നത്. കുറച്ച് നാരങ്ങ. നല്ല മണമുണ്ട് ഇപ്പോഴേ. ആദ്യമേ ഞാൻ മണം പിടിച്ചു. ഇങ്ങനെ എല്ലാം കൂടി ആയി ആണ്. ഇതിപ്പോൾ റെഡി. നമ്മുടെ മസാല റെഡിയായി. ഇതാണ് സംഭവം, പ്രോൺസ് റോസ്റ്റ്. ഇതാണ് ഇനി നമ്മൾ ദോശക്കകത്ത് ഫില്ല് ചെയ്യുന്നത്. ഇതാണ് ഫില്ലിങ്സ്, പ്രോൺ റോസ്റ്റ്. ഇനി അടുത്ത നമ്മൾ ദോശയല്ലേ, നമ്മൾ ദോശ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ദോശയാണ് ഇപ്പം ഉണ്ടാകാൻ പോകുന്നത്. ചേട്ടൻ ഞാൻ പോവാണ്. അവിടെ ഓരോരുത്തരും വിളിച്ചു തുടങ്ങി. ചേട്ടാ ശരി, നല്ല തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ചേട്ടൻ എസ്കേപ്പ് പിടിച്ചു. നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലേ, അപ്പം നെയ്യ് റോസ്റ്റ് മസാല ഫില്ല് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ വേറെ ഇൻഗ്രീഡിയൻസ് അധികം കൂടുതലൊന്നും. ചെമ്മീൻ തന്നെ ധാരാളം ഉണ്ട്. ചെമ്മീൻ പ്രേമികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടതായിരിക്കും അല്ലേ? അല്ല, പൊതുവെ എല്ലാവർക്കും ചെമ്മീൻ നല്ല ഇഷ്ടമാണ്. കാരണം ഫില്ലിങ്സിലും കൂടുതൽ ചെമ്മീനാണ്. മീൻസ് ചെമ്മീൻ സാധാരണ പലയിടത്തും ചെമ്മീൻ ഒരു പേരിന് മാത്രമേ, ചെമ്മീൻ റോസ്റ്റ് ആണെങ്കിൽ പോലും ചെമ്മീനൊക്കെ പേരിന് മാത്രമേ, ബാക്കി ക്യാപ്സിക്കം മറ്റേ സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി. ചെമ്മീൻ റോസ്റ്റ് ദോശ. അതാണ് ചെമ്മീൻ റോസ്റ്റ് ദോശ. ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയതല്ലേ ചെമ്മീൻ. ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്താ കൂടെ കഴിക്കുന്നത്? ഇതിൻ്റെ ലീച്ചേട്ടൻ വീട് നമ്മുടെ ഒപ്പം തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് ലീച്ചേട്ടാ പറഞ്ഞോളൂ. ഇനി ഇതിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട. ഇത് തന്നെയാണ് അല്ല മെയിൻ. നമ്മൾ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. കഴിച്ചു നോക്ക് എന്തായാലും. ഞാൻ ഇവിടെ വെച്ച് കഴിക്കണോ അതോ ഇവിടെ വെച്ച് തന്നെ കഴിച്ചോ? ഇവിടെ വെച്ച് തന്നെ കഴിക്കാം. ഓൾറെഡി നമുക്ക് നെയ് റോസ്റ്റ് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ ഒപ്പം ചെമ്മീനും കൂടി പൊളിച്ചുവിട്ടാ.
എന്നാലും ഞാൻ ഇതിപ്പോൾ ഇത്തിരി കഴിക്കുള്ളൂ, കാരണം നമ്മുടെ മറ്റേ കറി കൂടെ ആയിട്ട് ഒരുമിച്ച് ഞാൻ കഴിക്കും ബാക്കി. ഓഹാ, നോക്കാം.